ലോക ചെസ്സിൽ ഇന്ത്യയുടെ ഗുകേഷ് ദൊമ്മരാജുവാണ് നിലവിലെ ലോക ചാമ്പ്യൻ. ലോക 1-ാം നമ്പർ കളിക്കാരനാവട്ടെ നോർവേയിൽ നിന്നുള്ള ചെസ് ഇതിഹാസം മാഗ്നസ് കാൾസണും. ഗുകേഷിന് ലോക ചാമ്പ്യൻഷിപ്പ് ലഭിച്ചതിന് ശേഷം ആദ്യമായി രണ്ടുപേരും ക്ലാസിക്കൽ ചെസ് മത്സരത്തിൽ നേർക്കുനേർ വരികയാണ്. മെയ് 26 മുതൽ ജൂൺ 6 വരെ നടക്കുന്ന നോർവേ ചെസ്സാണ് ക്ലാസിക് പോരിന് വേദിയാകുന്നത്. കാൾസനെ വീഴ്ത്തുമോ ഗുകേഷ്? കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. ചെസ് ലോകത്തെ വിംബിൾഡൺ. നോർവേ ചെസ്സിന് ഇതിഹാസ താരം ഗാരി കാസ്പറോവ് നൽകിയ പേരാണിത്. ടൂർണമെന്റ് ഒരു വ്യാഴവട്ടക്കാലം പിന്നിടുമ്പോൾ ക്ലാസിക്കൽ ഫോർമാറ്റിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 12 പുരുഷ വനിതാ താരങ്ങൾ ഏറ്റുമുട്ടുന്ന സൂപ്പർ പോരാട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. ലോക ചാമ്പ്യൻ ഗുകേഷ്, ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസൺ എന്നിവരുടെ മത്സരമാണ് ഹൈലൈറ്റ്. ലോക 2-ാം നമ്പറും ഇറ്റാലിയൻ അമേരിക്കൻ താരവുമായ ഫാബിയാനോ കരുവാന, അമേരിക്കൻ താരവും 3-ാം നമ്പറുമായ ഹിക്കാരു നക്കാമുറ, ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററും ലോക 4-ാം നമ്പർ താരവുമായ അർജുൻ എരിഗെയ്സി, ചൈനീസ് താരവും 9-ാം നമ്പർ താരവുമായ വെയ് ഇ എന്നിവരാണ് ഓപ്പൺ വിഭാഗത്തിൽ ഏറ്റുമുട്ടുന്ന മറ്റ് 4 താരങ്ങൾ. ഗുകേഷ് നിലവിൽ ലോക 5-ാം നമ്പർ താരമാണ്. മത്സരത്തിന് മുൻപുള്ള പ്രതികരണത്തിൽ ഗുകേഷ് ലോകത്തിലെ ഏറ്റവും മികച്ച താരമല്ലെന്ന മാഗ്നസ് കാൾസന്റെ വാക്കുകളും വലിയ ചർച്ചയായി കഴിഞ്ഞു. വനിതകളിൽ കൊനേരു ഹംപിയും വൈശാലി രമേഷ് ബാബുവുമാണ് ഇന്ത്യൻ സാന്നിധ്യം. RDX റാപ്പ് ന്യൂസ് മലയാളം. നോർവേയിലാണ് ഈ ക്ലാസിക് പോര്. ചെസ് ലോകത്തെ വിംബിൾഡൺ. ഓപ്പൺ വനിതാ വിഭാഗങ്ങളിലാണ് ഇതിൽ മത്സരമുള്ളത്. 6 താരങ്ങൾ വീതമാണ് കളത്തിലുണ്ടാവുക. ഓരോ താരങ്ങൾക്കും 10 റൗണ്ട് മത്സരമുണ്ടാകും. പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യ പ്രൈസ് മണിയാണ് കൊടുക്കുക. സൂപ്പർ താരങ്ങൾ കളത്തിലിറങ്ങും. ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസൺ നോർവേയിൽ നിന്നുള്ള താരമാണ്. 14 വർഷമായി മാഗ്നസ് കാൾസൺ ലോക 1-ാം നമ്പറാണ്. 5 തവണ ലോക ചാമ്പ്യൻ ആയിട്ടുണ്ട്. 5 വട്ടം ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യനാണ്. 8 തവണ ലോക ബ്ലിറ്റ്സ് ചാമ്പ്യനായിരുന്നു. നോർവേ ചെസ്സിൽ 6 തവണ ചാമ്പ്യനായിരുന്നു. ലോക ചാമ്പ്യനാണ് ഗുകേഷ് ദൊമ്മരാജു. ലോക ചാമ്പ്യനാകുന്ന പ്രായം കുറഞ്ഞ താരമാണ് ഗുകേഷ് ദൊമ്മരാജു. 18 വയസ്സിൽ ലോക ചാമ്പ്യനായി വിശ്വനാഥൻ ആനന്ദിന് ശേഷം നേട്ടത്തിലെത്തുന്ന ഇന്ത്യക്കാരനാണ്. നിലവിൽ ലോക 5-ാം നമ്പർ താരം. ഫാബിയാനോ കരുവാന അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ, ലോക 2-ാം നമ്പർ താരമാണ്. ചരിത്രത്തിലെ 3-ാമത്തെ റേറ്റിംഗ് റെക്കോർഡുള്ള താരം. 4 തവണ അമേരിക്കൻ ചെസ് ചാമ്പ്യനാണ്. ഹിക്കാരു നക്കാമുറ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ, ജപ്പാനിൽ ജനനം. നിലവിൽ ലോക 3-ാം നമ്പർ താരമാണ്. 5 തവണ അമേരിക്കൻ ചെസ് ചാമ്പ്യനായിരുന്നു. അതിവേഗ ചെസ്സിലെ സൂപ്പർ താരമാണ്. 2023 നോർവേ ചെസ് ജേതാവാണ്. റാപ്പിഡ് ബ്ലിറ്റ്സ് വിഭാഗങ്ങളിൽ 1-ാം നമ്പർ താരമാണ്. ഇന്ത്യക്കാരൻ അർജുൻ എരിഗെയ്സി നിലവിൽ ലോക 4-ാം നമ്പർ താരമാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം 2800 റേറ്റിംഗ് മറികടന്ന ഇന്ത്യക്കാരൻ. നോർവേയിൽ ക്ലാസിക് പോരാണ് നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ലോക ചാമ്പ്യനും മുൻ ലോക ചാമ്പ്യനും നേർക്കുനേർ വരുന്നുണ്ട് നോർവേയിൽ. ലോക ചാമ്പ്യൻ ആയതിനു ശേഷം ഗുകേഷ് കാൾസനെതിരെ രംഗത്തിറങ്ങുന്നു. ക്ലാസിക് ചെസ്സിൽ ഈ വർഷം കാൾസന്റെ ആദ്യ പോരാട്ടമാണ്. ഗുകേഷ് ഏറ്റവും മികച്ച താരമല്ല എന്നാണ് മാഗ്നസ് കാൾസന്റെ പ്രതികരണം. ഈ കളിയെക്കുറിച്ചുള്ള, ഈ മത്സരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമായി രുചീഷ് രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. രുചീഷ്, എനിക്ക് ക്ലാസിക് ചെസ് മടുത്തു എന്നാണ് മാഗ്നസ് കാൾസൺ പറഞ്ഞിട്ടുള്ളത് ഈ മത്സരത്തിന് മുമ്പ്. മാത്രമല്ല, ഒരു വലിയ എതിരാളിയായി ഗുകേഷിനെ കാണുന്നില്ല എന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇപ്പുറത്ത് ഗുകേഷ് ആണെങ്കിൽ വലിയ ആരാധനയോടെ ഒരു മഹാനോടാണ് പോരാടാൻ പോകുന്നത് എന്ന മട്ടിൽ തന്നെയാണ് ഗുകേഷ് പ്രതികരിക്കുന്നതും. എങ്ങനെയാണ് കാണുന്നത്? ഹർഷൻ, നമ്മൾ സാധാരണഗതിയിൽ ചെസ് അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ് പലപ്പോഴും ഇത് കേൾക്കുന്നതെങ്കിൽ മാഗ്നസ് കാൾസനെ ഒരുപാട് കളിയാക്കാനൊക്കെ തോന്നും. പക്ഷേ നമുക്ക് സമീപകാല ചരിത്രം, ഇപ്പോൾ ഹർഷൻ പറഞ്ഞതുപോലെയുള്ള സമീപകാല ചരിത്രങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ കാൾസൺ അത് ഒരു അതിശയോക്തി പറയുകയല്ല. കാരണം ഗുകേഷ് 2013 ചെസ് ലോകത്തേക്ക് ആദ്യം കളിച്ചു തുടങ്ങുന്നത് പോലും, സ്കൂൾ കാലഘട്ടത്തിൽ കളിച്ചു തുടങ്ങുന്നത് പോലും. ആ കാലത്ത് വിശ്വനാഥൻ ആനന്ദിനെ തോൽപ്പിച്ച് ലോക ചാമ്പ്യൻ പട്ടത്തിലേക്ക് എത്തിയ താരമാണ് മാഗ്നസ് കാൾസൺ. അതിനുശേഷം അദ്ദേഹം ഈ ലോക ചാമ്പ്യൻഷിപ്പിൽ ഒരിക്കൽ പോലും പരാജയം അറിഞ്ഞില്ല എന്ന് മാത്രമല്ല 2023 വരെ അദ്ദേഹം തുടർച്ചയായി ലോക ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തനായ ഒരു എതിരാളി തനിക്കില്ല എന്ന് തോന്നിയ ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം പിന്നീട് ഇതിലൊരു മടുപ്പ് തോന്നുകയാണ്. ക്ലാസിക്കൽ ചെസ്സിൽ തനിക്കിനിയൊന്നും നേടാനില്ല എന്ന് തോന്നുമ്പോഴാണ് താൻ പിന്മാറുകയാണ് എന്ന് പറയുന്നത്. കാരണം മത്സരിച്ച് തോൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു വെല്ലുവിളി നേരിടുകയോ ആയിരുന്നില്ല കാൾസന് സംഭവിച്ചത്. കാൾസൺ തന്നെ അത് പിന്മാറുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഡിംഗ്ലിറൻ ചാമ്പ്യനാകുന്നത്. അതേ ഡിംഗ്ലിറനെ തോൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഗുകേഷ് ലോക
ചാമ്പ്യനായത്. ആ സമയത്തും ലോക ചെസ്സിലെ വിവിധ തരത്തിലുള്ള വിദഗ്ധർ വിലയിരുത്തുന്നത് ഒരുപക്ഷെ നമ്മൾ ഒരു പതിറ്റാണ്ട് മുമ്പ് കണ്ട മാഗ്നസ് കാൾസൺ ഉണ്ടാക്കി വെച്ച ആ ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന തരത്തിലായിരുന്നില്ല ഈ ഡിംഗ്ലറിൻ്റെയും അതോടൊപ്പം ഗുഗേഷിൻ്റെയും മത്സരം എന്നായിരുന്നു ഒരു പൊതു വിലയിരുത്തൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൻ്റെ പ്രത്യേകത നോർവേ ചെസ്സിലേക്ക് വരുമ്പോൾ ലോക ചാമ്പ്യൻ ആയതിനു ശേഷം ഗുഗേഷ് വരുമ്പോൾ ഗുഗേഷ് തോൽപ്പിക്കാൻ ഇനി മുന്നിലുള്ളത് ഒരു പ്രധാനപ്പെട്ട താരങ്ങൾ ഒരുപാട് ആളുകൾ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചുകൊണ്ട് നോർവേ ചെസ്സിൽ ഗുഗേഷ് കിരീടം നേടുകയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ വർഷം നേടിയ ലോക ചാമ്പ്യൻഷിപ്പിനേക്കാൾ കൂടുതൽ മൂല്യമുണ്ടാകും ആ വിജയത്തിന് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം അത്രമാത്രം അത് പ്രതീക്ഷിക്കുന്നുണ്ട് ആളുകൾ. പ്രത്യേകിച്ച് ഒരു 18-കാരനെ തേടി ലോകമാകെ തന്നെ ആ ചെസ്സിൽ ഉറ്റുനോക്കുന്നത് കൂടി നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്നതാണ്. കാരണം ഒരു കാലത്ത് നമുക്ക് ആ പേര് വിശ്വനാഥൻ ആനന്ദ് എന്ന ഒരു പേരിൽ ഒതുങ്ങി എങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇന്ത്യയുടെ യുവതാരങ്ങൾ 20-ഉം 18-ഉം 16-ഉം ഒക്കെ വയസ്സുള്ള ആളുകൾ തന്നെ ലോക ചെസ്സിൻ്റെ വലിയ വലിയ താരങ്ങളോട് ഏറ്റുമുട്ടുന്നു, വിജയിക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. അത് പ്രജ്ഞാനന്ദയാകട്ടെ, അർജുൻ എരിഗേസി ആകട്ടെ, പിന്നീട് ഗുഗേഷ് ആകട്ടെ, അങ്ങനെ ഒരുപാട് താരങ്ങൾ നമുക്ക് ഉണ്ട്. അത് വനിതകളിലും അത് തുടരുകയാണ്. അത്തരത്തിൽ ഇന്ത്യ ഒരു ചെസ് ഹബ്ബായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ നോർവേ ചെസ്സിലേക്ക് പോകുന്നത്. രുചീഷ്, ഇപ്പോൾ ഇത്രയും വലിയൊരു ജനസംഖ്യയുള്ള ഇത്രയും വലിയ ആരാധക വൃന്ദമുള്ള ഒരു രാജ്യം ചെസ്സിന് ഉണ്ടാവുന്നത്, കൂടുതൽ കളിക്കാർ ഇവിടെ നിന്നുണ്ടാവുന്നതൊക്കെ മറ്റൊരു തരത്തിൽ ചെസ്സിനെ കൂടി സഹായിക്കുന്നു എന്നുകൂടി വ്യക്തമാവുന്നുണ്ടല്ലോ. ഇപ്പം ഗുഗേഷ് മത്സരിക്കുമ്പോഴുള്ള ട്രാഫിക് എന്ന് പറയുന്നത് അത്ഭുതാവഹമാണ്. പല ചെസ് ആപ്ലിക്കേഷനുകളും തകർന്നു എന്ന് തന്നെയാണ് പറയുന്നത് മുമ്പൊക്കെ ഗുഗേഷ് കളിക്കുമ്പോൾ. അപ്പോൾ ഇത്തവണ കാത്തിരിക്കുന്നത് അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ഒന്നാവും അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. പൊതുവേ ചെസ്സിനെ ഈ ഓൺലൈനിലാണ് ഇപ്പോൾ സമീപകാലത്തൊക്കെ ഓൺലൈനിലാണ് ചെസ്സ് വളരെയധികം സജീവമായി തന്നെ ഇത് കാണുന്നത്. ഓൺലൈനിൽ ഈ താരങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ചെസ്സൊക്കെ വളരെ വിശദമായി തന്നെ വിലയിരുത്തുന്നതും അത് സംബന്ധിച്ച് വീഡിയോകളും ഒക്കെ കണ്ടാണ് കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് ചെസ്സിലേക്ക് എത്തുന്നതൊക്കെ നമ്മൾ കാണുന്നത്. ആ തരത്തിൽ വലിയ തരത്തിൽ ഓൺലൈനിൽ ഇത് സംബന്ധിച്ച് ആളുകൾ ഈ മത്സരത്തെ ഉറ്റുനോക്കുകയാണ്. കാരണം ഓരോ നിമിഷവും അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, ഈ ചെസ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ താരങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കുന്നത് ഒരുപക്ഷെ ഈ നോർവേ ചെസ്സിലും കാണാം. കാരണം നേരത്തെ നമ്മൾ ആർഡെക്സ് റാപ്പിൽ പറഞ്ഞതുപോലെ ഇതൊരു ചെസ് ലോകത്തെ ഒരു വിംബിൾഡൺ ആണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ മത്സരിക്കുന്ന ഒരു മത്സരം, അതിൽ തന്നെ 10 റൗണ്ട് മത്സരമുണ്ട്. ഒരാൾക്കും അത്ര എളുപ്പത്തിൽ വീഴാനോ ഉള്ള ഒരു സാഹചര്യമല്ല. 10 റൗണ്ട് മത്സരം വളരെ നീണ്ടു നിൽക്കുന്ന സമയം തന്നെയാണ്. അതിനിടയിൽ ആരാണ് ഏറ്റവും കൂടുതൽ ക്ഷമയോടെ തൻ്റെ ഏറ്റവും നല്ല കഴിവ് പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് കിട്ടാവുന്ന ഒരു കിരീടത്തിലേക്ക് പോകുമ്പോൾ അത് ഇന്ത്യൻ താരം തന്നെ എത്തുമോ എന്നത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഗുഗേഷിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലാസിക് പോരിൽ മത്സരിച്ചപ്പോഴൊക്കെ ഗുഗേഷ് പരാജയപ്പെടുകയായിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ തവണ ലോകകപ്പിലാണ് 2023-ൽ ഇതിനു മുൻപ് ഗുഗേഷും കാൾസനും ക്ലാസിക് പോരിൽ നേർക്കുനേർ വരുന്നത്. അവിടെയും ഗുഗേഷിന് ഒരു പരാജയമാണ് ഉണ്ടായത്. സമീപകാലത്താകട്ടെ കുറെ തിരിച്ചടി ഗുഗേഷിന് ക്ലാസിക് പോരിൽ നേരിട്ട ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് നോർവേ അത് മാഗ്നസ് കാൾസന്റെ നാടാണ്. മാഗ്നസ് കാൾസന്റെ നാട്ടിൽ വെച്ച് മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചുകൊണ്ടൊരു കിരീടം എന്ന് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും chess.com മാഗ്നസ് കാൾസന്റെ തന്നെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അവിടെ ഇപ്പോൾ ഈ കാൻഡിഡേറ്റ്സിന് ശേഷം chess.comൽ ഗുഗേഷ് ട്രെൻഡിങ് താരമാണ് എന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം എന്നത് കൂടി നമ്മൾ എടുത്തു പറയണം. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെയധികം ശ്രദ്ധയോടെ നോക്കുകയാണ്. പ്രത്യേകിച്ച് സമീപകാലത്ത് നോക്കുമ്പോൾ നമുക്കറിയാം 2022-ൽ ചെസ് ഒളിമ്പ്യാഡിന് വേണ്ടി ഇന്ത്യ ആതിഥേയത്വം വഹിച്ചപ്പോൾ വലിയ ആവേശത്തോടെയാണ് അത് ചെന്നൈ നഗരമാകെ കൊണ്ടാടിയത്. കാരണം ചെന്നൈയാണ് ഇന്ത്യയുടെ ഒരു ചെസ് ഹബ്ബ് എന്ന് പറയാൻ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലം. അത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഉണ്ടായ ഒരു ആവേശം തന്നെയാണ്. ഗുഗേഷും കളിച്ചു വളർന്നതൊക്കെ ചെന്നൈയിൽ തന്നെയാണ്. ആ തരത്തിൽ അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ പുരുഷ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടുന്നത് നമ്മൾ കണ്ട. ആ തരത്തിൽ ഇന്ത്യ ആകെ തന്നെ ഒരു ചെസ് ലോകത്തേക്ക് വന്നിട്ടുണ്ട്. സമീപകാലത്ത് ഇന്ത്യയുടെ താരങ്ങളെല്ലാം തന്നെ ചെസ്സിൽ വലിയ മികവ് പുലർത്തുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ചെസ്സിലുണ്ടായ ഒരു മാറ്റം ലോക രാജ്യങ്ങൾ തന്നെ കണ്ടു പഠിക്കേണ്ടതാണ്. ആ തരത്തിൽ അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് ചെസ് എത്തിക്കുന്നതിലൊക്കെ സമീപകാലത്ത് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുഗേഷിൻ്റെ ഒക്കെ കാര്യത്തിൽ അദ്ദേഹം 12-ാമത്തെ വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് എത്തിയ താരമാണ്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർമാരിൽ 2-ാമത്തെ ആളാണ്. ആ തരത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ വിസ്മയിപ്പിച്ച ഒരുപാട് ഇതിഹാസങ്ങളോട് പോരാടി ജയിച്ച് അതിനുശേഷം ലോക ചെസ്സിന്റെ അമരത്തേക്ക് കയറി വന്ന ഒരു താരമാണ്. തീർച്ചയായും അത്തരമൊരു വിജയം ഗുഗേഷിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
റൈറ്റ്, വിശദമായി തന്നെ എന്തായാലും രുചീഷ് പറഞ്ഞു. എന്തായാലും മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വണ്ണം ചെസ്സിന് രാജ്യത്ത് ആരാധകർ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നേരത്തെ രുചീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഓൺലൈൻ ഇങ്ങനെ വളരെ സജീവമായതിനു ശേഷം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സജീവമായതിനു ശേഷം കുറേയേറെ ആളുകൾ ആണ് തുടർച്ചയായി ഈ ചെസ്സിലേക്ക് എത്തുന്നത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രസകരമായ ഒരു സംഭവം ഉണ്ടായി. ലോക 3-ാം നമ്പർ താരമായ ഹിക്കാരു നകാമുറ മാഗ്നസ് കാൾസനുമായി ഓൺലൈനിൽ ഒരു മത്സരം കളിക്കുകയാണ്. ഹിക്കാരു വിജയിക്കുന്ന ഒരു പൊസിഷനിൽ നിന്നപ്പോൾ തോൽവി സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞാണ് ഹിക്കാരുവിനും ഈ അബദ്ധം മനസ്സിലായത്. പക്ഷേ എതിരാളി മാഗ്നസ് കാൾസനാണ്. തോറ്റെന്നുറപ്പിച്ച് മത്സരവും നേടാൻ വൈദഗ്ധ്യമുണ്ട് കാൾസന്. എല്ലാ ഫോർമാറ്റിലും ഒരേപോലെ എക്കാലവും മികവ് തുടരുക ചെറിയ കാര്യമല്ല. തനിക്ക് എതിരാളികളായി ആരെയും തോന്നുന്നില്ല എന്ന മടുപ്പിൽ നിന്നാണ് മാഗ്നസ് കാൾസൻ ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറിയത്. അവിടെയാണ് ഡിംഗ്ലി റനും പിന്നീട് ഗുകേഷും ചാമ്പ്യന്മാരായി എത്തുന്നത്. എന്നാൽ ഗുകേഷ് ചാമ്പ്യനായ അന്നു മുതൽ അതിന് യോഗ്യനല്ലെന്ന പ്രചാരണവും വളരെ ശക്തമാണ്. ലോകം ശ്രദ്ധിക്കുന്ന മത്സരമായതുകൊണ്ട് തന്നെ 18-കാരൻ ഗുകേഷിന് സമ്മർദ്ദമുണ്ടാകും എന്നതിൽ സംശയമില്ല. പക്ഷേ 18-ാം വയസ്സിൽ ലോക ചാമ്പ്യൻ ആകണമെങ്കിൽ അത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം തന്നെയാണ്. എന്നാൽ ഗുകേഷിന് ഏറ്റവും മികച്ച താരമെന്ന പകിട്ടിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും മികച്ച താരത്തെ തറ പറ്റിക്കുക തന്നെ വേണം. അതിനുള്ള അവസരമാണ് നോർവേ ചെസ്. എക്കാലത്തെയും മികച്ച താരം മാഗ്നസ് കാൾസനും ഒപ്പം ലോകം കണ്ട മികച്ചവരായ ഒരു കൂട്ടം എതിരാളികളും. ഇവിടെ ജയിച്ചാൽ കാൾസന് തന്നെ വിളിച്ചു പറയേണ്ടി വരും, ഈ ഇന്ത്യക്കാരൻ പയ്യനാണ് ലോകത്തിലെ ഏറ്റവും മികച്ചവൻ എന്ന്.